അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് അബൂ സുഫിയാനും സംഘവും ഷാമിൽ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ മുതലും അതുപോലെ തന്നെ ഒട്ടകവും പൊന്നും എല്ലാം മുഹമ്മദും സംഘവും പിടിച്ചെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നമുക്കിനി ഒന്നും കിട്ടുകയില്ല എന്ന കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി 20 മിസ്കാൽ കൊടുത്ത് പറഞ്ഞയച്ച ലംലമുൽ ഗിഫാരി ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ കയറി അട്ടഹാസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളും അത് നേരിട്ട് കേട്ട അബൂജഹൽ അതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദും സംഘവും നമ്മുടെ മുതലും അതുപോലെ തന്നെ നമ്മുടെ സ്വർണവും ഒട്ടകവും എല്ലാം പറിച്ചെടുത്തിരിക്കുന്നു, നാമും നമ്മുടെ മാതാപിതാക്കളും ഭാര്യ സന്താനങ്ങളൊക്കെ ഭുജിക്കേണ്ട മാൽകളെല്ലാം അവൻ പിടിച്ചെടുത്തിരിക്കുന്നു, അവനോട് നമുക്ക് പകരം ചോദിക്കണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയായിരുന്നു അബൂജഹൽ. എന്നിട്ട് അവസാനം പറഞ്ഞു, അറ്റം ഉറച്ചൊരു ചറ്റം അമ്മാലേ നീ കിട്ടുക അയ്യൂഹന്നാസ്, അന്ത്യം ഉറപ്പാണ്, നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, അവനോട് നമ്മൾ പ്രതികാരത്തിന് പോയില്ല എങ്കിൽ ആ മുതലോ മറ്റൊന്നും നമുക്ക് കിട്ടുകയില്ല എന്ന് അബൂജഹൽ പറഞ്ഞു. ഈ ഒച്ചത്തിലുള്ള ശബ്ദം കേട്ടതുകൊണ്ട് ആ നാട്ടിലുള്ള പരിസരവാസികളെല്ലാം തടിച്ചുകൂടിയ രംഗമാണ് അടുത്ത ഇശലിൽ മഹാകവി വിശദീകരിക്കുന്നത്. നാസോർകളിൽ മഹാകൂറ്റിനാൽ അബൂജഹൽ നാദ ഇപ്പോലൂരത്തതിനാൽ ദേശത്തുള്ളോർ ഖുറൈശി മൂപ്പർ സകലരും ചേവിത്ത് ഹൈറാൽ തരിത്ത് നിഫാർ. നാസോർകളിൽ ആ ജനങ്ങളോട് വലിയ കൂറ്റിൽ അബൂജഹൽ ഇതുപോലെ വിളിച്ചു പറഞ്ഞതിനാൽ നാദാ ഇപ്പോലൂരത്തതിനാൽ ദേശത്തുള്ളോർ ഖുറൈശി മൂപ്പർ സകലരും ആ നാട്ടിലുള്ള ഖുറൈശി നേതാക്കള് മുഴുവൻ ആളുകളും ചെവിത്ത് ഹൈറാൽ തരിത്ത് നിപ്പാർ. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഹൈറാൻ വളരെ വിഷമത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് മാത്രമല്ല യേശി മാതർ സദറഗമേ സവികളെ എടുത്തണൈത്ത് നിലവിളിയായി. നമ്മുടെ മാതാക്കൾ യേശി മാതർ, മാതാക്കൾ മദർ, അതിന്റെ മലയാളമാണ് മാതർ. മാതാക്കളൊക്കെ എത്തി സദറഗമേ അവരുടെ നെഞ്ചിനോട് സവികളെ എടുത്തണൈത്ത്, സവികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എടുത്തണൈത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നിട്ട് അവർ പറയുകയാണ്, പേശി പേദർ കിളവികളും അണയവ പീഡിത്ത് തമ്മിൽ അലമുറയായി. യുവതികൾ അതുപോലെ തന്നെ കിളവികളും പറഞ്ഞുകൊണ്ട് വരികയാണ്, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അവർ അണയുകയാണ്, പിടിത്ത് തമ്മിൽ അലമുറയായി പരസ്പരം പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അയവിറക്കി ചർച്ച ചെയ്തുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട്. മാത്രമല്ല അലമുറയും അയരം കുറ്റാൽ കിടുകിട അറിന്ത് ഹൗഫായി തിഹമിലെല്ലാം, ഈ പൊട്ടിക്കരച്ചിലും അതുപോലെ തന്നെ ശബ്ദ കോലാഹലത്തിന്റെ കൂറ്റാൽ കിടുകിട വിറച്ചുകൊണ്ട് അവിടെയുള്ള തിഹാമിലല്ല ആ നാട്ടിലുള്ള മക്കത്തുള്ള എല്ലാവരും പരസ്പരം വിവരമറിഞ്ഞു. മാത്രമല്ല തലവർ ചിലർ ബൈത്തിൽ ചെന്ന് സിരികളിൽ സമാധാനവും വിടകൾ കേട്ടും. തലവർ ചിലർ നേതാക്കളായ ചില ആളുകൾ അവരുടെ വീടുകളിൽ ചെന്ന് സിരികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഇവിടെ ഒരു താഴ് വിട്ടുപോയതായിരിക്കാം, സിരികളിൽ സമാധാനവും പറഞ്ഞ് അവരോട് സമാശ്വസിപ്പിച്ചുകൊണ്ട് വിടാകൾ കേട്ടും യാത്രയപ്പൊക്കെ ചോദിച്ചുകൊണ്ട്, ഞങ്ങളിങ്ങനെ മുഹമ്മദിനോട് പൊരുതാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾക്ക് യാത്രയപ്പ് നൽകണമെന്നുകൊണ്ട് സമ്മതം നൽകണമെന്ന് വിടകൾ ചോദിച്ചുകൊണ്ട് അലപ്പെട്ട് മാൽ പറിത്തിടുന്നേ അഹമ്മദിന്റെ അറുതി ഞങ്ങൾ വരുത്തുമെണ്ടും. അതിമോഹത്താടെ നമ്മുടെ മുതൽ പറിച്ചെടുത്ത അഹമ്മദിന്റെ അറുതി ഞങ്ങൾ വരുത്തുമെന്നും പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര ചോദിച്ചുകൊണ്ട് പുറപ്പെടുകയാണ് ചിലർ. കലകമിടും ഇറപ്പോൾ ശുചൈകൾ കഥ കേട്ടേറ്റം അരിശമലേ, പോരടിക്കുന്ന കലകമിടും പോരടിക്കുന്ന സിംഹങ്ങളെ പോലെ ശുചായികൾ ധീരന്മാർ കഥ കേട്ട് ഏറ്റവും അരിശമായി ഈ കഥകളൊക്കെ കേട്ടുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അരിശത്തിനിൽ സറഹതെല്ലാം കഠിനമിൽ അണിന്ത് വേഗം പുറപ്പെട്ടോരായി.
ഹരിഷത്തിനിൽ ദേഷ്യത്തില് സറാഹതെല്ലാം യുദ്ധായുധങ്ങളെല്ലാം പെട്ടെന്ന് അണിന്ത് വേഗം പുറപ്പെട്ടോരായി മുഹമ്മദിനോട് പൊരുതാൻ വേണ്ടി യുദ്ധത്തിന്റെ ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പുറപ്പെടുകയായി. ഫരികൾ ബഈറുകളും വാഹനം പല പല പരിശീനാലും ഒരു കിടലായി. ഫരികൾ കുതിരകൾ, ബഈറുകളും വാഹനമായി പല പല തരത്തിലുള്ള രൂപത്തിൽ പരിശീനാലും ഒരു കിടലായി. ഒട്ടകങ്ങളെയും അതുപോലെ തന്നെ കുതിരകളെയൊക്കെ അവർക്കുള്ള വാഹനങ്ങളായി പല വിധത്തിലുള്ള ചമയത്തോടുകൂടി ഒരു കിടലായി. ഉരയും തീറ്റി എന്നുമെ തുറ്റി പല ചുമ ഒരുങ്ങും വണ്ണം ഒരുക്കിക്കെത്തി. ഉരയും തീറ്റി എന്നുമേ ധീരതയും പറഞ്ഞുകൊണ്ട് ഭക്ഷണമെല്ലാം കൊടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നിറച്ചുകൊണ്ട് ചുമടാക്കിക്കൊണ്ട് ഒരുങ്ങി വണ്ണം ഒരുങ്ങിക്കേറി നല്ല വിധത്തിൽ ഒരുങ്ങി അവർ പുറപ്പെടുകയാണ്. പെരുബണ്ടിൽകൾ സവാരികളും അഹ്ദജ പെരുമ ഭംഗി ചമയ്ത്തിടവേ. വലിയ വലിയ ഭാണ്ഡങ്ങളിലായി എല്ലാം കെട്ടിക്കൊണ്ട് ഒട്ടകത്തിന്റെ കൂടാരങ്ങളും ഒട്ടകത്തിനുള്ള ടെന്റുകളൊക്കെ അതിൽ കയറ്റിക്കൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് ചമയിച്ചുകൊണ്ട് ഒട്ടകത്തിനേക്കുള്ള ടെന്റുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടിയ ടെന്റുകളൊക്കെ അവർ തയ്യാറാക്കിക്കൊണ്ട് അതിൽ കയറ്റിക്കൊണ്ട് പുറപ്പെടുന്ന രംഗമാണ് മഹാകവി പറയുന്നത്. ചമൈന്തനകം ലിഫാസുകളും പരിതുര സമർത്ഥർ സവാർ പോരി പോലത്തോർ. ചമൈന്തനേകം ലിബാസുകൾ ഒരുപാട് വസ്ത്രങ്ങൾ അവർ ധരിച്ചു. അവർ അതിൽ കയറ്റി കുതിരപ്പടയാളികളും ഇങ്ങനെ കുതിരപ്പടയാളികളെല്ലാം ഒരുങ്ങുന്ന ഒരു സംഘം. അത് എത്രയുണ്ട്? സമർത്ഥർ സാവർ പുലി പോലത്തെ അവർ സമർത്ഥരായ 1000 പുലികളെ പോലത്തെ ആളുകളാണ് അതിനുവേണ്ടി ഒരുങ്ങിയത്. മാത്രമല്ല തമയർ നാമം വിരിത്തിടുവാൻ അതിർക്കൂട്ടത്തിലുള്ള തമയർമാർ നേതാക്കന്മാർ ആരൊക്കെയെന്ന് കേട്ടാൽ ഒന്ന് അബുൽ ഹക്കം സഹൽ അബുൽ ഹക്കമും തമയർ നാമം വിരിത്തിടുവാൻ നേതാക്കളുടെ പേര് പറയുകയാണെങ്കിൽ അബുൽ ഹക്കം സഹല് അള്ളലത്തും നമ്മത്തും. അബുൽ ഹക്കമും സഹിലും അള്ളലത്തും സംഅത്തും ഉമൈറും അമ്രും ഹർമലത്തും. അതുപോലെ തന്നെ ഉമൈർ, അമ്ര, ഹർമലത്ത്, വഹബ്, ഉതുബത്തനും അബുലുസൈറും അബുലുസൈറും നബിയും ഷൈബത്ത് അബുൽ അതായും നബിയും ഷൈബത്ത് അബുൽ അതായി അസ്വദ് നൗഫൽ ആമിർ ഉഖൈലും ഖാലിദ് നൗഫൽ ആമിർ ഉഖൈൽ ഖാലിദ് അബുവിദാത്തനും അബ്ദുള്ള നളറോട് അബുല്ലൈസും ബിൻ അബുൽ കബുസും അബുല്ലൈസ് അബുൽ കബുസ് അബുൽ മസാമി എനും സിബാഹും അബുൽ മസാമിഹ്. അതുപോലെ തന്നെ സിബാ അർസോട് അഖബത്തനും ഇബ്നു ഖലഫും അഖബത്ത് ഇബ്നു ഖലഫ്. ഇപ്പോൾ നാമം പറയപ്പെട്ടോർ ഇതുപോലെ ഇങ്ങനെ പേര് പറയപ്പെടുന്ന പ്രധാനികളായ ഗൈനോട്. ഗൈൻ എന്ന് പറഞ്ഞാൽ അഭിജത് കണക്ക് പ്രകാരം 1000, പിന്നെ 200 നൂൻ യുദ്ധമകുമേൻ 200 ഗൈനോട് 1000, 200 200 നൂന് അഭിജത് കണക്ക് പ്രകാരം 50, അങ്ങനെ 1250 യുദ്ധ പോരാളികളുമായി പുറപ്പെടുന്ന രംഗമാണ് മഹാകവി പറയുന്നത്. അബുലഹബണ്ടവൻ താനേണ്ടി മക്കമിൽ ആരുമില്ലേ പുറപ്പെടാത്തോർ. അബുലഹബ് എന്തവൻ ഒഴികെ